അത് നിനക്ക് തന്നെ കാണാം. അപ്പൊ കൂട്ടാ ഇതിങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ചടങ്ങാണിത്, മനസ്സിലായ? ഈ ഒരു ജമ്പ് ചെയ്ത് അതിന്റെ മണ്ടക്കോട് കേട്ടിച്ചു. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. വെൽ ട്രൈഡ്. കാണാം ഒന്നുകൂടെ കറങ്ങി വരും. ഈ വണ്ടി മുകളിൽ കയറ്റുന്ന പരിപാടി നമ്മൾ ഇല്ലെന്ന് തന്നെയല്ലേ പറഞ്ഞത്? കാരണം ബ്രോ കേവലം മറ്റേ പോയിന്റിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ പ്രഡിക്ഷനും പറയുന്നു ഇടാത്തത്, മനസ്സിലായോ? ജാമായി കേട്ടോ. സോണ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് ഷിഫ്റ്റ് ആയിരിക്കുന്നത്. നമ്മുടെ കോമൺ വണ്ടി തന്നെയല്ലേടാ ഇത്? പോക്ക് കേട്ടാ അത്. ഇവിടെയുള്ള പല ഗ്യാങ് വണ്ടിയേക്കാളും അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടല്ലോ. ഓക്കെ, മൊത്തത്തിൽ ടിവിക്ക് അൺഫെയർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സോണാണ് വന്നിരിക്കുന്നത്. എന്റെ പൊന്നേ, മൊത്തത്തിൽ അവരുടെ അഡ്വാൻറ്റേജ് നഷ്ടമായിരിക്കുകയാണ് ഡിഫെൻഡിങ്ങിന്റെ. കറന്റ് സോണിന്റെ കൺട്രോൾ ഉള്ളത് T47 കയ്യിലാണ്. നല്ലൊരു അഡ്വാൻറ്റേജ് പൊസിഷനിലാണ് T47 കറന്റ് ഈ ഒരു സോണിൽ നിൽക്കുന്നത്. ഇത് എങ്ങനെ ടിവിയെ ക്യാപിറ്റലൈസ് ചെയ്യുന്നത് ജീവിതത്തിൽ ഒരിക്കൽ സോൺ കിട്ടിയിട്ടില്ല ഗൈസ്. നമുക്ക് ഈ എന്റെ ഈ ടർഫില് നമ്മൾ ഈ ഇതിനകത്ത് കിട്ടി ഒരു കളി പോലും നമുക്ക് സോൺ കിട്ടിയിട്ടില്ല. ഒരു കളി പോലും, ലിറ്ററലി ഒരു കളി പോലും. എന്താണ് T47 ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കും T47ന്റെ നെക്സ്റ്റ് മൂവ്? എന്തായിരിക്കും ടിവിയുടെ നെക്സ്റ്റ് മൂവ് എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. T47 ഈ ഒരു ഏരിയ കൺട്രോൾ എടുത്തിട്ടുണ്ട്. എന്താണ് T47 ചെയ്യാൻ പോകുന്നത്? കറണ്ട് കൺട്രോൾ T47 കയ്യിലാണ്. കറണ്ട് സോണും T47 കയ്യിലാണ്. എങ്ങനെയാണ് T47 ഇത് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്? ഈ മേളിരിക്കുന്ന വണ്ടിക്ക് എന്ത് പറയും? ടാക്സി ബിൽഡിങ്ങിന്റെ വണ്ടി കയറ്റിക്കൂടുന്നുണ്ടെന്നാ ഓൾറെഡി ഇൻഫ്ലുവൻസ് 78 തൽക്കാലം അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കാം. റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓ, നല്ലൊരു ബിറ്റ് ഫ്രം ദാമു പിപി ആ വണ്ടിക്ക്. ബട്ട് അവര് നല്ലൊരു സ്പ്രേ. എങ്ങനെ മണമുണ്ടോ? ജമ്പ് അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? 4 പേരാണ് ഈ ഒരു ഏരിയയിലുള്ളത്. ഇറ്റാച്ചി ആ ഒരു ഏരിയയിൽ വരുന്നു. കാല് തന്നെ മേളിൽ കയറി എന്താണ് ടിവിയെ ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ വീണ്ടും അടിച്ചെടുക്കും, അത്രേ ഉള്ളൂ. ചിൽ, നമ്മൾ അടിച്ചെടുത്ത് തന്നില്ലേ, തിരിച്ച് അതേപോലെ നമ്മൾ അടിച്ചെടുക്കും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ചില ദിവസം നമുക്ക് ഈ സോൺ ഡിസഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് ബാധിക്കും നമ്മളെ. പിന്നെ KVക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുമല്ലോടാ. അവരെന്നോട് ടർഫിന് മുന്നേ ചോദിച്ചു വണ്ടി അവർക്ക് ചാടിച്ച് കയറ്റാമെന്ന്. ഞാൻ പറഞ്ഞു പറ്റൂലെന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു തുടങ്ങിയിട്ട് പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റൂലെന്ന്. ഇത് അങ്ങനെ ഇടരുതെന്ന് പറഞ്ഞാൽ മതി. അവിടുത്തെ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ബിൽഡിങ്ങിന്റെ മേളിൽ വണ്ടി ഹോൾഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ 2 മിനിറ്റ്സ് ഹോൾഡിൽ പറ്റത്തില്ല. വൺ വേ ബ്ലോക്ക് ആക്കിയേക്കുക. അത് എനിക്ക് അറിഞ്ഞൂടാ. ആ റൂളൊന്നും എനിക്ക് അറിഞ്ഞു. ആ സൈഡിൽ നിന്ന് ഓടി വരുമ്പോഴാണ് അവിടെ നിന്ന് ആ വണ്ടിയുടെ കവർ വെച്ച് അടിക്കാൻ പറ്റും. എന്താണ് അത് റൂളാക്കിയിട്ടേ ഇനി എടാ എല്ലാം എഴുതിയിടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടൊരു സിനാരിയോ ആണ്. ഇൻഫ്ലുവൻസ് 50. എടാ നമ്മുടെ ടിവിയിൽ ആൾക്കാർ ആരും സോണിനകത്തില്ല. അതുകൊണ്ടാണ് അവർ സോൺ എടുത്ത് ഓൾറെഡി മനസ്സിലായോ? അതുകൊണ്ടാണ് അവരിപ്പോ ഇതിനു വേണ്ടി കളിക്കും. ഇപ്പൊ തിരിച്ചു കയറണം. 38 ഉണ്ടോ? 38 ഇൻഫ്ലുവൻസ്. ആ ഒരു ഏരിയാസിൽ നിന്ന് വണ്ടി എടുത്ത് ഭയങ്കര സ്പീഡിൽ പോയല്ലേ? ഒരാളെ T47 കയ്യിലാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സോണിന്റെ ഒരു കൺട്രോൾ T47 ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അവരുടെ കയ്യിലാണ് ഇപ്പോൾ കറന്റ്ലി ഈ ഒരു സോണിന്റെ ഭൂരിഭാഗം ഇൻഫ്ലുവൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെ ടിവിയെ ക്യാപിറ്റലൈസ് ചെയ്ത് അവർ തിരിച്ച് ഒരു കംബാക്ക് അടിക്കുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം.
യെസ് ടീമിയുടെ ഇൻഫ്ലുവൻസ് സോണോട്ട് നിൽക്കുന്നതോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കറന്റ് 26% മാത്രമാണ് ടീമിയുടെ ഇൻഫ്ലുവൻസ് T47 സൈഡിലോട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ കറന്റ് 24% മാത്രമാണ്. അതാണ് നടക്കാൻ പോണത്. 8-9 പേര് ആ ബിൽഡിംഗിൽ 22% മാത്രമാണ് ഇൻഫ്ലുവൻസ് ഉള്ളത്. ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ടിവിയുടെ കയ്യിൽ നിന്നും ഈ ഇൻഫ്ലുവൻസ് മൊത്തത്തിൽ നഷ്ടപ്പെടുന്നതായിരിക്കും. ഇതിപ്പം ടാക്സി ബിൽഡിങ്ങിലുണ്ട്. പിന്നെ ഓക്കെ, ഇവിടെ വിസ്ഡം ആൻഡ് അസൻസിയോ പുഷ് ചെയ്ത് അവിടെ നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട് ഇറ്റാച്ചിക്ക്. ഈ ഇറ്റാച്ചി അവിടുന്ന് വണ്ടി ആ ഒരു ഏരിയ തന്നെ ഹോൾഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. മാത്രം സോണിലുള്ളതാ. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയത്തിലാണ് എന്ന് തോന്നുന്നു. കറന്റ്ലി അവരെല്ലാം ഈ ബിൽഡിംഗ് ഉണ്ട്. ഈ 3 എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? ഈ 3 ബിൽഡിംഗിലാണ് ഇരിക്കുന്നത്. അമ്മേ, ഒരു സോണോട് ഇല്ലേ, അതോടെ നോക്കിയിരിക്കുകയായിരിക്കും. ഓക്കെ, ഇറ്റാച്ചി ഈ ഒരു ഏരിയയിൽ നിന്ന് മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, സോൺ ചെറിയുമ്പോ അവിടുന്ന് വലുതായ ഓക്കെ, ടീവി ഈ ഒരു ആംഗിൾ ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ആംഗിൾ ഹാർഡ് റഷ് ചെയ്തിട്ടുണ്ട് ടിവിയെ. ഈ ഒരു ആംഗിൾ ഒരു ഹാർഡ് റഷ് ആണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ടിവിയുടെ വക. T47 ആഷിനെ ജുഗ്രു ആ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ജുഗ്രു ആഷിനെ കണ്ടില്ല. ജുഗ്രു സ്പോട്ടിവ് നോക്കിയുടെ സ്പോട്ടിട്ടുണ്ട്. നല്ലൊരു സ്പ്രേ നോക്കിയക്ക്. ഓക്കെ, ആഷ് ജുഗ്രുവിന്റെ സ്പോട്ട് ആഷിന്റെ അണ്ണാക്കിലോട്ട് ചാടിയിട്ടുണ്ട്. ആഷിനെ ജുഗ്രു പുഷ് ഫ്രം ടിവിയെ. ഓക്കെ, T47 നല്ലൊരു ആംഗിൾസ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. T47 പുതിയ ആംഗിൾസിലോട്ടാണ് അവർ വന്നിരിക്കുന്നത്. T47 ദാമുവിന്റെ വണ്ടി അവിടെ അടുപ്പിക്കുന്നില്ല, അത് പിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്പ്രേ ലോങ്ങിലുള്ള ഈ ഒരു വണ്ടിക്കാണ് വന്നിരിക്കുന്നത്. അസൻസിയോ വിസ്ഡം ആൻഡ് വണ്ടിക്കാണ് നല്ലൊരു സ്പ്രേ. മോബി ആ ഏരിയയിൽ ആ വണ്ടി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കറന്റ്ലി T47 ഈ ഒരു ഏരിയാസിലോട്ട് മാറി T47 രണ്ട് പ്ലേയേഴ്സിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. T47 3 പേരെ സോണിലോട്ടുള്ളൂ. നല്ലൊരു സ്പ്രേ ഫ്രം അഗൈൻ ടിവി. ഈ ഒരു ഏരിയ മൊത്തത്തിൽ കറന്റ് ടിവിയെ ഡിസഡ്വാൻറ്റേജ് മാറ്റി അതൊരു അഡ്വാൻറ്റേജിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. കറന്റ് സിനാരിയോ T47 കയ്യിൽ നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് തിരിച്ചിട്ടുണ്ട്. ഇത് T47 ഇപ്പൊ 2 പ്ലേയേഴ്സിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത സോൺ വരുമ്പോ ഇതിനകത്താണോ അതോ മറ്റേ പുറത്തുള്ള പറയാൻ പറ്റില്ലടാ. ടിവിയുടെ വണ്ടികൾ ഇവിടെ റൊട്ടേഷനിലാണ്. ബാക്കിയുള്ള പ്ലേയേഴ്സ് പൊസിഷനിൽ T47 കയ്യിൽ ഉണ്ടായിരുന്ന അഞ്ച് സെക്കൻഡിൽ 2% വെച്ചാണ് കുറയാൻ പോകുന്നത്. നമ്മൾ നോക്കിയ ടിവിയുടെ നല്ലൊരു സ്പ്രേ ആ ഒരു ഏരിയയിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ദാമു, ജോഡക്സ് അശ്വിൻ ആൻഡ് പെക്സറിന്റെ വണ്ടികളാണത്. ഓ, നല്ല പമ്പര കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹെൽപ്പാർ കാണാത്തോണ്ട് നമുക്ക് ടാഗ് കൊടുത്തെന്ന് അറിയാൻ സാധിക്കുന്നില്ല. ഈ പാർക്കിൽ ഇത്രയൊരു ഏരിയയിലോട്ട് ചുരുങ്ങിയിട്ടുണ്ട് T47. എങ്ങോട്ട് മൂവ് ചെയ്യുമെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ടിവിയെ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്ത്. T47 വണ്ടി ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. സ്പോട്ട് ചെയ്തിട്ടില്ല കറന്റ് സിനാരിയോയിൽ. തോന്നുന്നു. എടാ, ഞാൻ ഒരു കാര്യം പറയാം. നമുക്കിവിടെ IGL പൊട്ടൻഷ്യൽ ഉള്ള കുറെ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ നീലൻ ഇല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിട്ട് എന്താ പറയാ, മോബി ഉണ്ട്, ഇറ്റാച്ചി ഉണ്ട്, ജുഗ്രു ഉണ്ട്. ഞാൻ പറയാം സ്നൈപ്പ് നല്ലപോലെ കോള് വിളിക്കും. എല്ലാരും കളിക്കുന്നവരാ. അങ്ങനെ ഡിപ്പെൻഡൻസിൽ ഇപ്പം പറഞ്ഞില്ലേ, അത് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവർക്ക്. ആ ഒരു സിങ്ക് ഉണ്ട്, സിനർജി ഉണ്ട്, അവർ കളിച്ചോളും. കോച്ചുണ്ട്. കോച്ചിനിപ്പോ ഏകദേശം അത്യാവശ്യം നല്ല ഐഡിയ ഉണ്ട് ടർഫിനെ പറ്റി, ഇതിനെ പറ്റിയൊക്കെ. ഖാലിദിന്റെ വണ്ടിയുടെ ടയർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇൻഫ്ലുവൻസ് ബാക്ക് ആയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു സോൺ ഷിഫ്റ്റ് 2 മിനിറ്റ്. സോൺ ഷിഫ്റ്റ് അല്ല, എങ്ങോട്ടാണ് എന്നുള്ളത് 2 മിനിറ്റിൽ നമുക്ക് അറിയാൻ സാധിക്കും. അടുത്തൊരു സോൺ ഷിഫ്റ്റ് 20-ാം മിനിറ്റിൽ സംഭവിക്കുന്നതായിരിക്കും. കറന്റ് സിനാരിയോ ടിവിയെ അതൊരു അവരുടെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റി T47 2 പ്ലേയേഴ്സിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. T47 ട്രെയിനൊന്നും എടുക്കാൻ സാധിച്ചില്ല ആ ഒരു പിക്കിൽ. നമ്മൾ കില്ലിസ് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ മറന്നതുകൊണ്ട് നമുക്ക് ഈ 2 പിക്കേ കാണാൻ സാധിക്കത്തുള്ളൂ.
മെസ്ബോയ് ഗോക്കു ടി വി ആഷിനെ പിക്ക് ഓഫ് ചെയ്തു. ടി വി ജുഗ്രു നോക്കിയനെയാണ് പിക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. ബിൽഡിംഗ് വണ്ടി കയറി വെളി സ്നൈപ്പ് അതിന്റെ മുകളിൽ കയറി. കേട്ടോ പറയണേ. എടാ വണ്ടി മേളിടാൻ പറ്റത്തില്ലേ കേട്ടോ. ഇടാൻ പറ്റത്തില്ല കേട്ടോ. ലവ് ഫ്രം MRC. താങ്ക് യു സോ മച്ച് ബ്രോ. ഓക്കെ T47 ഈ ഒരു ഏരിയയിലോട്ട്. ഓക്കെ അടുത്തൊരു സോൺ ഷിഫ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയയിലോട്ടാണ്. നമ്മുടെ ഷിഫ്റ്റ് എടാ റേസ് ട്രാക്ക് പോയടാ സോൺ വന്നിരിക്കുന്നത്. ഇത് ഈ ഒരു ടിവി എവിടെ നിൽക്കുന്നു അതിന്റെ ഓപ്പോസിറ്റിലോട്ടേ സോൺ പോവുള്ളൂ. ഇപ്പൊ എല്ലാം ഇവിടെ വരും. അത് എന്തൊരു കഷ്ടമല്ലേ. റേസ് ട്രാക്ക് വന്നു കൈ സോണ്. വല്ലാത്ത അവസ്ഥ. ഞാൻ പറഞ്ഞ ഇത് നമ്മളെ ഡിഫെൻഡിങ് അല്ല, ഇത് നമ്മളെ അറ്റാക്കിംഗ് ഇത് ആണ്. നമ്മുടെ അറ്റാക്കിംഗ് ലിറ്ററലി നമ്മൾ അറ്റാക്കിംഗ് ചെയ്യുന്നു. ഇത് നമ്മുടെ അറ്റാക്കിംഗ്. അപ്പൊ നമ്മുടെ ഫ്രീ വണ്ടി നല്ല സ്ട്രോങ് ആണല്ലേ. അതെടുത്ത് കളയും. ഇൻഫ്ലുവൻസ് ആർക്കാണോ ഇൻഫ്ലുവൻസ് ഉള്ളത് അവരാണ് കളി ജയിക്കുക ഗൈസ്. കളിയുടെ പോക്ക്. കറന്റ് സിനാരിയോയിൽ കാരണം ടിവിക്ക് പുഷ് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ T47 2 പ്ലേയേഴ്സിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. T47 ആണ് അറ്റാക്ക് ചെയ്തത്. T47 ആണ് പുഷ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ടിവിയെ ആ ഒരു അഗ്രഷൻ കാണിച്ച് ഇനി ഒരു പുഷ് ചെയ്ത് കളിക്കേണ്ട ഒരു ആവശ്യം കറന്റ് സിനാരിയോയിൽ ടിവിക്ക് ഇല്ല. T47 ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എങ്ങനെ വെളിയിൽ വരുമെന്ന് നമുക്ക് മാച്ച് പോകെ കണ്ടറിയാം. അണ്ണാ സോൺ പർച്ചേസ് ആക്ക്. ഇത് എന്തേലും ചെയ്യണം. ഇൻഫ്ലുവൻസ് കൂടിയേട്ടാ 88 ടിവിയൊക്കെ അല്ലേടാ. ഇതാ മണ്ടറാണ് നീ. ഇൻഫ്ലുവൻസ് കൂടി. ടിവിയുടെ 9 പേരുണ്ടെന്ന്. T47 റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനകത്ത് 3 പേരേ ഉള്ളൂ T47ന്റെ. ഓക്കെ സോൺ ഷിഫ്റ്റ് ആയിരിക്കുന്നു ഗൈസ്. നമ്മുടെ പുതിയൊരു സോൺ ഷാബ് ഉണ്ടാ. നമുക്ക് സോൺ ഷാബ് ഉണ്ടാ ടർഫില്. കറന്റ്ലി ഈ എഡ്ജസിലെ സോൺ അവൈലബിൾ ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ആംഗിൾസിലോട്ടും ഓരോ പൊസിഷൻസിലോട്ടും പ്ലേയേഴ്സ് കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. T47 ഡേ ട്രാക്കിൽ നല്ലൊരു പൊസിഷൻ T47 എടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ 2 വണ്ടി സോൺ ഔട്ട് ആണെങ്കിലും അവർ തിരിച്ച് സോൺ ഇന്നിലോട്ട് പുഷ് ചെയ്ത് വരുന്നുണ്ട്. അവർക്ക് ഈ ഒരു ഇവിടുത്തെ ഇല്ല ഈ ഒരു ഏരിയയിലോട്ട് T47 മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അവർ ഈ ഒരു ബിൽഡിങ്സ് കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് T47 വരുന്നത്. കറന്റ് സിനാരിയോയിൽ T47 നല്ലൊരു ടാഗ് ജുഗ്രുവിന്റെ നല്ലൊരു ടാഗ് ഇട്ടിട്ടുണ്ട്. ബട്ട് ആ ഒരു പിക്ക് എടുക്കാൻ T47 സാധിച്ചില്ല. ജുഗ്രു അത് ഹീൽ ചെയ്തിട്ടുണ്ട്. ഓ ഏബൽ ജോസഫിനും നല്ലൊരു ജുഗ്രുവിന്റെ നല്ലൊരു ടാഗ് ഇട്ടിട്ടുണ്ട്. ജുഗ്രു തല മാത്രമേ കാണുള്ളൂ. വെച്ച് കൊടുത്ത തല മാത്രമേ കാണുള്ളൂ. അവർക്ക് മുട്ട ആംഗിൾ അവിടുന്ന്. എന്താണ് വണ്ടിയുടെ മണ്ടയ്ക്ക് ചെയ്യാൻ പോകുന്നത്? കാരണം സമയം പൊക്കോണ്ടിരിക്കുകയാണ്. 20 മിനിറ്റാണ് ബാക്കിയുള്ളത്. 20 മിനിറ്റിൽ എന്താണ് T47 ചെയ്യാൻ പറ്റുന്നത്? T47 തിരിച്ച് 2 പിക്ക് എടുക്കാൻ സാധിക്കും. തിരിച്ച് 2 അല്ല 3 പിക്ക് എടുത്താൽ മാത്രമേ ടിവിയുടെ ഇൻഫ്ലുവൻസ് കുറയുകയുള്ളൂ. കറന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 100% ഇൻഫ്ലുവൻസും തിരിച്ച് ടിവിയെ എടുത്തിരിക്കുകയാണ്. എന്നാലും മിക്കവാറും ബാക്കിൽ കൊണ്ട് കുത്തി ഫൈറ്റ് എടുക്കാനും ട്രൈ ചെയ്യും. 2 സൈഡിൽ നിന്ന് പുഷ് ചെയ്യാൻ വേണ്ടിട്ട്. പിടിച്ചതല്ലാന്നൊക്കെ പറഞ്ഞു സ്റ്റീവ്. ഇവിടെ ഭയങ്കര ഡിസഡ്വാൻറ്റേജ് അല്ലേ നീല. അശ്വരാണ് ഇവിടെ കളിക്കുന്നത്. ഖാലിദ് ഉൾപ്പെടെ 4 പേരാണ് തേർഡ് ട്രാക്ക് ഹോൾഡ് ചെയ്യുന്നത്. T47 നല്ലൊരു ടാഗ് ശബ്ദം കേട്ടു. ഏവലിനുമാണ് ആ ഒരു ടാഗ് കിട്ടിയിരിക്കുന്നത്. ബട്ട് ഒന്നും പിക്ക് എടുക്കാൻ പറ്റുന്ന പുഷോ ടാഗോ അല്ല. റേസ് ട്രാക്കിലോട്ടും പോവാം. പുഷ് ചെയ്യാൻ ട്രൈ ആണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല ഫ്രണ്ടിൽ നിന്ന് അവരെ കൊണ്ട് പുഷ് ചെയ്യിപ്പിക്കുക. ഈ 2 വണ്ടി ബാക്കിൽ കുത്തി ട്രൈ ചെയ്യും. അതായിരിക്കും അവരുടെ മോസ്റ്റ്ലി അവർ ട്രൈ ചെയ്യാൻ പോണ കാര്യം. ഒരു വണ്ടി താഴെ ഇറങ്ങി ഈ സൈഡിലത്തെ ബിൽഡിംഗ് വരാൻ. മോബിയുടെ അവിടുത്തെ ഓൺ ഫുട്ട് ഒക്കെയാണെങ്കിൽ നമുക്ക് കുത്താൻ പറ്റും. ആദ്യം അടിച്ചോട്ടില്ല പക്ഷെ ചെയ്യുന്നില്ല. എന്താടാ നീല കേട്ടില്ല. മൂവി നിൽക്കുന്ന അവിടെ ഒരു ഓൺ ഫുട്ട് ഒക്കെയാണെങ്കിൽ നമുക്ക് കുത്താൻ പറ്റില്ല. ടയറും കടിച്ചോട്ടില്ല. രണ്ടുപേരും ആംഗിൾസ് കളിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ കറന്റ് സിനാരിയോയിൽ ചെയ്യാൻ പറ്റും. മൂവി നിൽക്കുന്നത് ലെഫ്റ്റ് ആംഗിളും കൂടിയാണ് നമുക്ക് ചുമ്മാ. കാരണം
അപ്പൊ ഞാൻ ലൈനപ്പ് ഇട്ടത് നീലില്ല നീലനില്ല വേറെ ആരൊക്കെ ഇല്ലാത്ത നിങ്ങൾ രണ്ടുപേരും ഇല്ലാത്ത ഇവർ രണ്ടും മോസ്റ്റ്ലി അവര് ഒരു പക്ഷേ ഏബലിന് BL ആണ്. ഏബൽ 20 BL ആണ് കളിക്കുന്നത്. പുഷിലോട്ടായിരിക്കും ഏബലിന് 27 PL അല്ലേ എയിം ചെയ്യുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ചൂടും match അത് നീലമില്ല ഇല്ല ബ്രോ ഇവന് 33 PL ഇവന് കളിക്കാൻ പറ്റണില്ല. T47 കയ്യിലുള്ള സെർവറിലും കണക്കാണ്. ഇത് ടിവിയെ ഓൾ ഡൗൺ ആക്കാൻ അല്ലെങ്കിൽ അതിന്റെ 3 പിക്ക് എടുക്കാൻ അത് നല്ല കൂടെയുള്ള വേറെ ആരെയും നഷ്ടപ്പെടാതെ എങ്കിൽ മാത്രമേ T47 ടാറ്റിക്സ് ആണോ നീല് പറഞ്ഞത്? എന്താ അത് ആലോചിച്ചുവിടടാ. മോബി നിൽക്കുന്നിടത്ത് വണ്ടി കുത്തിയിട്ട് അവരുടെ ടയർ പൊട്ടിക്കാന്നാണ് അവൻ പറഞ്ഞത്. ഓക്കേ, ആ വന്നൊരു വണ്ടിയുടെ അവിടെ പിറ്റ് ചെയ്ത് അത് കേറാൻ push ചെയ്യുന്നുണ്ട് അവൻ. Left angle ആണ് അത് കയറുന്നത്. push ചെയ്തതാണ്. നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട്. ആ, ആദ്യം T47 നല്ലൊരു ആൾ push ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നമ്മക്ക് അടിക്കാം. അവന്മാരെ ലെഫ്റ്റ് നമ്മളെ റൈറ്റ് എല്ലാവരും ഈ ഒരു ഏരിയ തന്നെ ഉണ്ട്. അകത്തുനിന്ന് ഇവന് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. ഓക്കേ, വിസ്ഡം ജോ ഓക്കേ, ഓ ജൂഡ് എടുത്തത് ഫെയിൻഡിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഫെയിൻഡ് എവിടെ ചത്ത? വേറെ എവിടെ ചത്താ? ഇവന്മാർ ഇവിടെ കൊണ്ട് കുത്തിച്ചാ റൈറ്റ് ആംഗിള് പോണം. ഓ, റൈറ്റ് ചെയ്തൊരു പുഷ്. അവര് കറങ്ങുന്നു കിട്ടി. അതേപോലെ അത്രേ ഉള്ളൂ. ഇവരെല്ലാവരും റൈറ്റ് ചെയ്തൊരു പുഷ്. ദാമു പിപി ഓ ജൂഡിന് ഒരു ഡൗൺ. ദാമു പിപി അവിടെ വീണു, സ്നൈപ്പ് വീണു. ജുഗ്രു ഒരു പിക്ക് എടുത്തു, വിസ്ഡം ഒരു പിക്ക് എടുത്തു, ജോഡക്സ് അശ്വിൻ ഒരു പിക്ക് എടുത്തു. കറന്റ്ലി മെമ്പർ കൗണ്ട് ബേസ് രണ്ടുപേരും ഈക്വൽ ആണ്. ഓ, രണ്ടുപേരും വീണു. മോബിനെ പിക്ക് ചെയ്തിട്ടുണ്ട്, ജോഡക്സ് അശ്വിൻ വില്ലുവിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. എടാ ടീമിലെ പ്ലേയേഴ്സ് അവർക്ക് കുറെ പേര് അവർക്ക് നഷ്ടപ്പെട്ടു. ലേറ്റ് ആയി പോടാ കറങ്ങി വന്നപ്പോഴത്തേക്ക്. അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ. ഓ ഇല്ല ഡെസ്ട്രോ വീണു. പിക്ക് ചെയ്തിട്ടുണ്ട്. ഇല്ല പിക്ക് ചെയ്തിട്ടുണ്ട്. ജോഡക്സ് അശ്വിൻ ജുഗ്രുവിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. കമോൺ ദാമു അയ്യോ ഇല്ല അവിടെ ഹീൽ ചെയ്തില്ല. ഓ ഇവിടെ ഒരു നല്ലൊരു പുഷ് ഫ്രം ഫ്ലെക്സർ. എടാ ആ റൈറ്റ് കറങ്ങി ലേറ്റ് ആയി പോയടാ. അത് കറങ്ങണ്ടായിരുന്നു. അത് ഫൈറ്റ് ലെഫ്റ്റ് പീക്കില്ലായിരുന്നു. നല്ലൊരു പുഷ് ഫ്രം 5-6 പ്ലേയേഴ്സ്. ഹിറ്റാച്ചി അസൻസിയോ ദാമു അവിടെ കയറി വന്നു. ഹിറ്റാച്ചി ഡൗൺ ആയിരിക്കുകയാണ്. സ്റ്റീവ് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സ്റ്റീവ് അസ്രിയൽ നിൽക്കുന്ന ആ ഒരു ഏരിയ വളരെ ഏരിയയാണ്. പൊട്ടിത്തെറിച്ചാൽ ചത്തുപോകും. സ്റ്റീവ് അസ്രിയൽ ഫ്ലെക്സറിനെ ഫയർ ചെയ്യുന്നുണ്ട്. അസൻസിയോ ഫയർ ചെയ്യുന്നുണ്ട്. സ്റ്റീവ് അസ്രിയലിനെ എല്ലാരും കൂടി വന്നു. പിക്ക് ഓഫ് ചെയ്ത് T47 പ്ലേയേഴ്സ് സ്റ്റീവ് അസ്രിയലിനെ പിക്ക് ചെയ്തിരിക്കുകയാണ്. വേറെ ആരും നമ്മള് തിരിച്ചടിച്ചു തരും ഉറപ്പായിട്ടും. നമ്മള് അങ്ങനെ ഈ ഒരു ടർഫ് സിനാരിയോയിൽ T47 ജയിച്ചിരിക്കുകയാണ്. ടിവിയുടെ കയ്യിൽ നിന്നും ഈ ഒരു ടർഫ് നല്ല കളിയായിരുന്നു. അവര് നന്നായിട്ട് കളിച്ചടാ. മാൻ ഡിസഡ്വാൻറ്റേജിൽ നന്നായിട്ട് കളിച്ചു. ഓക്കെ, കുഴപ്പമില്ല. ജി 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 ജി. ഇനി എന്നാടാ നമ്മുടെ തിരിച്ച് ടർഫ് ഓപ്ഷൻ എന്നാ? നമുക്ക് സോൺ ഡിസഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് വന്നടാ. ഫ്രൈഡേ കാണുമെന്ന് തോന്നുന്നു. ഫ്രൈഡേ ആണ്. 2 ദിവസത്തേക്ക് കാണും. 3 ദിവസത്തിനുണ്ടോ അടുത്തത്? 4 ദിവസം. ആ ഓക്കെ. സോൺ ചതിച്ചാണ്. ഇറ്റ്സ് ഓക്കെ. അല്ലല്ലേ സോൺ ചതിച്ചതല്ലടാ. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, നമുക്ക് സോണും എല്ലാം ബാക്കിയെല്ലാം കിട്ടി മര്യാദക്ക് വന്നാ നമ്മള് റൈറ്റ് റൊട്ടേഷൻ ഡിലേ ആയി പോയതാണ്. നമ്മുടെ റൈറ്റ് റൊട്ടേഷൻ ആണ് ഡിലേ ആയി പോയത് സത്യം പറഞ്ഞ. ഇതല്ല പ്രശ്നം, റൈറ്റ് റൊട്ടേഷൻ ആണ് നമ്മുടെ ഡിലേ ആയി പോയത്. ഇറ്റ്സ് ഓക്കെ. കുഴപ്പമില്ല. പ്രഡിക്ഷൻ പോയി. അതെങ്ങനെയാ തരുന്നത്? മാനേജിലാണോ തരുന്നത്? മാനേജ് എന്റെ സബ്മിഷൻ അതെങ്ങനെയാ കൊടുക്കുന്നേ? ഹലോ അളിയാ, ഒന്നെങ്കിൽ സ്ലാഷ് പ്രൊഡ്യൂസ് അടിക്കുക അല്ലെങ്കിൽ മാനേജ് ക്ലിക്ക് ചെയ്യും. എന്റെ സബ്മിഷൻ ആണോ കൊടുക്കണ്ടേ? ഓക്കെ, എന്റെ സബ്മിഷൻ കൊടുത്തിട്ട് ചൂസ് ഔട്ട്കം. ഡസ്റ്റർ 3 കിലോ എടുത്തില്ല. 3 കിലോ എടുക്കുമെന്നാണ് ചോദിച്ചത്. നോ പറഞ്ഞവർക്കല്ലേ അപ്പൊ കൊടുക്കണ്ടേ? നോ പറഞ്ഞു. അതെങ്ങനെ ചൂസ് ഔട്ട്കം? നോ ചൂസ് ഔട്ട്കം. പോയിന്റ് കിട്ടിയില്ല എല്ലാവർക്കും. 61% വിന്നേഴ്സ്. പോയിന്റ് കിട്ടി എല്ലാവർക്കും. വിളിക്കുന്നുണ്ടെന്നോ? എടാ വിളിക്കട്ടാ. ഞാൻ വിളിച്ചില്ല ജയിച്ചപ്പം. ഞാൻ തിരിച്ച് ജയിക്കുമ്പോൾ വിളിച്ചോളാം. ഞാൻ അതുപോലെ ഉണ്ടല്ലോ, മറ്റേ നമ്മൾ തോക്കുമ്പോ ഇരുന്ന് കുണച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ തോക്കുമ്പോ മാസ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് മറ്റേ അച്ചികളാ. തോറ്റാലും മെസ്സ് അടിക്കണത് അച്ചികളാ. ഞാൻ ജയിക്കുമ്പോ തിരിച്ചു പറഞ്ഞോളാം. ഞാൻ ജയിക്കുമ്പോഴേ തിരിച്ചു പറയത്തുള്ളൂ. മറ്റേ തോക്കുമ്പോഴും മെസ്സ് അടിക്കണത് നമുക്ക് നമ്മുടെ ഇത് പോയില്ലേ ടർഫ്. അപ്പൊ തിരിച്ച് നമ്മൾ എടുക്കുമ്പം
ഞാൻ തിരിച്ച് മെസ്സ് അടിക്കും. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും. അല്ലാതെ ഞാൻ മറ്റേ മൊണ്ണാളെ പോലെ തോറ്റാലും മെസ്സ് അടിക്കൂല. പോയിന്റ് കിട്ടിയില്ല. റീഫ്രഷ് ചെയ്ത് നോക്ക്. വാർച്ചാറ്റ് ഞാൻ വാർച്ചാറ്റ് കണ്ടില്ല. നോക്കട്ടെ. എന്താ വാർച്ചാറ്റിലിട്ടെ? ഹലോ ആ പറയൂ. എന്തായിരുന്നു വാർച്ചാറ്റിൽ വന്നേ ബ്രോ? ഞാൻ കണ്ടില്ല. കാണണ്ട, കണ്ടില്ലെങ്കിൽ കാണണ്ട. എന്തിനാ കാണുന്നത് ഇതൊക്കെ? ഒന്ന് എന്ത് വാർച്ചാറ്റ് വന്നതാണെന്നോ? ആ ബാക്ക് അടിച്ച് നോക്കാൻ പോവാന്നോ ഈകളെ? ഞാൻ കാണട്ടെ. എനിക്ക് അതൊക്കെ കണ്ടാലേ ഒരു രസമുള്ളൂ ബ്രോ. എനിക്കതൊക്കെ കുറച്ചും കൂടെ ബാക്കി, കുറച്ചും കൂടെ ദേ മേളി. പോടാ കൊട്ടവാസു, എന്തിനാണ് നിനക്ക് ടർഫ് കിട്ടുവാണെങ്കിൽ നീ പോടാ കൊട്ടവാസു, ഇതിന്റെ പേര് നിനക്ക് ടർഫ് കിട്ടുവാണെങ്കിൽ നീ എടുത്തോ. കൊട്ടമാണെന്നോ? ഓക്കേടാ തന്തയില്ലാത്ത പട്ടി. ഞങ്ങൾ അടിച്ചെടുത്തിട്ട് ഞാൻ ബാക്കി പറയാം നിന്റെ അടുത്ത്. കേട്ടറാ? അപ്പൊ എന്നെ കഴിവറ മോനെ. എന്തായാലും നിന്നെ പോലെ മറ്റേ ഇമോട്ട് ഇട്ടെന്ന് വന്ന് പറഞ്ഞു VC പോയിരുന്ന് കരയാൻ എനിക്ക് താല്പര്യമില്ല. ഞങ്ങളിത് അടിച്ചു തന്നെ എടുത്തോളാം. കേട്ടാ? നിന്റെയൊക്കെ കൂട്ട് ഇമോട്ട് ഇട്ടു, വാക്കിംഗ് സ്റ്റൈൽ മാറ്റി, അയ്യോ എനിക്ക് ടർഫ് തരണേ എന്ന് പറഞ്ഞ് കരയാനുള്ള താല്പര്യം എനിക്കില്ല. അയ്യോ ഇല്ല, കുഴപ്പമില്ല. നമ്മളിത് തിരിച്ചെടുക്കുന്നതിന് ഞാൻ ബാക്കി മറുപടി പറഞ്ഞോളാം ഗൈസ്. ഇന്ന് ഇത്രേ പറയുള്ളൂ. കാരണം ഇന്ന് ഇതിൽ കൂടുതൽ ഞാൻ പറയത്തില്ല. ഇന്ന് ഇത് അടിച്ച് ജയിച്ചേൻ്റെ ഒന്ന്.